എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 3, 4, 5, 6 വാക്യങ്ങൾ വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിർവയ്ക്കുകയും ചെയ്തുവല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെയാ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്? ഭൂമിയിലെ സകല ഭൗതികമായ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നല്ലേ? ആമേൻ. കൂടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ കാരണം നമ്മുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ എപ്പോഴും പറയും, നമ്മള് ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ രാജ്യം എവിടെയാണെന്ന് വെച്ചാൽ സ്വർഗമാണ്. നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ആത്മീയരായിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ആത്മാവുമായി കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മള് ആത്മീയമായി നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയമായി നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവോ, എത്രത്തോളം അനുഗ്രഹത്തിലേക്ക് വരുന്ന അത്രത്തോളം നമ്മൾ ഭൗതികത്തിലും നമ്മൾ ഹല്ലേലൂയ ബ്ലെസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഹല്ലേലൂയ, നമ്മൾ അറിയാണ്ട് ചില ഇരുട്ടിന്റെ ശക്തികൾ നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ ഇങ്ങനെ ഞാൻ നല്ലൊരു മെസ്സേജ് കേട്ടിട്ട് കംഫർട്ട് സോൺ എന്നും പറഞ്ഞിട്ട് ഹല്ലേലൂയ അതിനകത്ത് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാവരും 38 വർഷമായ ബെത്സേദ കുളക്കടലിൽ കിടന്ന് തളർവാദ രോഗിയെ കുറിച്ച് പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ 38 വർഷമായിട്ട് ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. 38 വർഷമായിട്ട് തളർവാദ രോഗി എത്ര വർഷമായിട്ട് ബെത്സേദ കുളക്കടയിൽ കിടക്കുന്നത് പറയാം. പക്ഷെ അവിടെ അതുപോലെ വെള്ളത്തിന് അനക്കം കാത്ത അനേകർ അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ അവിടെ കിടക്കുന്നിടത്ത് പുള്ളിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം ലഭിക്കുന്നുണ്ട്, ഹല്ലേലൂയ അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പം പുള്ളി കുറെ നാൾ കിടന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇത്രയും നാളെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അന്നേരം അദ്ദേഹം പറയുന്ന എക്സ്ക്യൂസ്, എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല എന്ന്. കാരണം അവിടുന്ന് അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തുടങ്ങി അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ട് ഭക്ഷണം കിട്ടത്തില്ല, അവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല, ഹല്ലേലൂയ അവിടെ നിന്നുള്ള വസ്ത്രമാകട്ടെ അങ്ങനെ ഒരു സംഭവങ്ങളും കിട്ടത്തില്ല. അതെല്ലാം സ്വന്തമായിട്ട് ഹല്ലേലൂയ അന്വേഷിക്കണം, കണ്ടെത്തണം. നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ ചില കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ചെയ്യണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ വിടണം. നമ്മൾ അതുവരെ ആയിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ സുവിശേഷത്തിന് വേണ്ടി ഒരാള് എനിക്ക് സുവിശേഷത്തിന്റെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ മനസ്സ് ആഗ്രഹമുണ്ട്, പക്ഷെ നീ സുവിശേഷത്തിന്റെ ഫുൾ ടൈം ഇറങ്ങുമ്പോൾ നിനക്കിപ്പോഴുള്ള ജോലി നീ വിടേണ്ടി വരും, നിന്റെ വരുമാന മാർഗം നീ വിടേണ്ടി വരും, നിന്റെ വീടിനെ ചിലപ്പോൾ നീ ഉപേക്ഷിക്കേണ്ടി വരും. വീട്ടിലൊക്കെ സമയാസമയം ലഭിച്ച ഭക്ഷണം വീട്ടുകാരൻ നോക്കിയിട്ട് പാർപ്പിടം ഹല്ലേലൂയ നല്ല വസ്ത്രം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് പോയാൽ മാത്രമേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മൾ അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയൂ. ഹല്ലേലൂയ. അപ്പൊ അത് പലപ്പോഴും പലർക്കും ഹല്ലേലൂയ താല്പര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് വിടാൻ മനസ്സില്ലാത്തതുകൊണ്ടെന്നും കിടക്കുന്നിടത്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കുക. 10 വർഷം ഞാൻ വിശ്വാസം, 15 വർഷം വിശ്വാസം, 20 വർഷം വിശ്വാസം വന്നിട്ട് ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് അതുപോലെ തന്നെ നമ്മൾ ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ പോലും നമ്മളിലുള്ള ചിലതൊക്കെ വിട്ട് കളയണം.
നമുക്കിപ്പോ ടി വി കാണുന്ന സ്വഭാവമുണ്ട്, ഹാലലിയ മാഗസിൻ വായിക്കുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ഒരുപാട് കാണുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ കംഫർട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹാലേലുയ. നമ്മുടെ ജോലി കൃത്യസമയത്ത് നമ്മൾ പോകുന്നു, കൃത്യസമയത്ത് നമ്മൾ വരുന്നു, നമ്മൾ ഹാലേലുയ. ചർച്ചിൽ ഞായറാഴ്ച പോകുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോകുന്നു, ഹാലേലുയ. ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേന് ഹാലേലുയ നമ്മൾ അവിടെയല്ല, നമ്മൾ ആയിരിക്കുന്ന ഏരിയകളെല്ലാം നമ്മളെ അതിനുള്ളിൽ ഒതുക്കി നിർത്തുന്നതിന്റെ കാരണം വെച്ചാൽ നമ്മൾ അതിലൊക്കെ കംഫർട്ട് സോണിലിരിക്കുക. അതുപോലെ സ്വർഗത്തിലെ സകല, ഇവിടെ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് നമ്മുടെ കർത്താവ് യേശു ദൈവം പിതാമേ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ എന്തിനാ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ചോദിച്ചു. ഈ ഭൂമിയിൽ ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല അനുഗ്രഹിച്ച. അടുത്ത പറയുന്നു, നാം തന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ട അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ പ്രസാദ പ്രേക്ഷക മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകി തന്റെ കൃപാ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായ സ്നേഹത്തിൽ നമ്മെ നിയമിക്കുകയും ചെയ്തത്. അപ്പം നാം അവന്റെ സന്നിധിയിൽ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുക എന്തിനാണ്? അപ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മളൊക്കെ പറയുന്ന പോലെ 45-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിലൊന്നും അല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തതാണ് ദൈവം. എന്തിനു തെരഞ്ഞെടുത്ത? തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ആമേൻ, സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ ദൈവം ആഗ്രഹിക്കും. കാരണം ദൈവം വിശുദ്ധനാണ്. വിശുദ്ധന്മാരുടെ ഉള്ളിൽ നിഷ്കളങ്കതയുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിഷ്കളങ്കത എന്ന് എടുത്ത് പറയുന്നെങ്കിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. അപ്പൊ നമ്മൾ ദൈവസ്ഥലം വിശുദ്ധരായിരിക്കും, മറ്റുള്ള മനുഷ്യരുടെ മുമ്പ് നമ്മൾ നിഷ്കളങ്കരായിരിക്കും, ലോകത്തിന് മുമ്പേ. ഹല്ലേലൂയ. അപ്പം അപ്പൊ ലോകത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്, നിഷ്കളങ്കരാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എന്തിനാ തിരഞ്ഞെടുത്തേക്കുന്നത്? ഈ ലോകത്തിൽ വലിയ കാർ തരാനോ വീട് തരാനോ ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരമായി നിർത്തേണ്ടതിനാണ്. ഹാലേലൂയ. ദൈവവും പിതാമേൻ വാഴ്ത്തപ്പെ നാം തന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ട അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുവത്തിന്റെ പ്രസാദ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത് അവൻ പ്രിയനാൽ നമുക്ക് സൗജന്യം നല്ല കൃപാമഹത്വത്തിന് പോഷ സ്നേഹത്തിൽ നമ്മെ ഉന്നയിക്കുകയും ചെയ്തുവല്ലോ. ഹാലേലൂയ. അപ്പൊ ഇവിടെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് തിരഞ്ഞെടുത്തു. അടുത്ത യേശുക്രിസ്തു നമ്മെ ദത്തെടുക്കുക അവൻ പ്രിയനായി നമുക്ക് സൗജന്യ കൃപാമഹത്വത്തിന്റെ പുകഴ്ച സ്നേഹത്തിൽ നമ്മെ മുന്നേറിക്കുകയും ചെയ്തു. അപ്പം നമ്മളെ യേശുക്രിസ്തു മുഖാന്തര കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് എന്താ? സ്നേഹത്തിലാണ് നമ്മളെ ദത്തെടുത്തത്. ഇവിടെ പറയുന്നത് യേശുക്രിസ്തു നമ്മെ അവൻ പ്രിയനായി നമുക്ക് സൗജന്യ കൃപാമഹത്വ പുകഴ്ചയ്ക്ക് സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുക. അപ്പം മുൻ നിയമിച്ചു. എങ്ങനെയാ മുൻനിയമിച്ചെന്ന് ചോദിച്ചാൽ സ്നേഹത്തിലാണ് നമ്മെ മുൻനിയമിച്ച. അല്ലെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. അല്ലെ, അപ്പോയിന്റ് ചെയ്തു. എന്താ? യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ അപ്പോയിന്റ് ചെയ്തേക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വിശുദ്ധരും പ്രിയരും നിഷ്കളങ്കരും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4, 5, 4, 5 എടുത്തെങ്കിൽ വായിച്ചു. ദാനിയേൽ 6:4. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാത്ത മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിനെന്ന് പറഞ്ഞല്ലേ നമ്മൾ എന്ത് ദൈവം. ഇപ്പൊ ഇവിടെ ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, അതിൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ചു ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, അവരെന്തെങ്കിലും ശത്രുക്കളാണ്, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ശത്രു പറയുന്നേ അവർക്ക് യാതൊരു കുറ്റവും കുറവൊന്നും കണ്ടെത്താൻ പറ്റില്ല ദാനിയേൽ. അപ്പൊ ദാനിയേൽ എത്രത്തോളം നിഷ്കള വിശുദ്ധരുമായിട്ട് ജീവിച്ചു എന്നുള്ളതിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. നമ്മൾ അല്ലെ അടുത്ത് പറയുന്നത് അല്ലെ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഹാലേലിയ. അപ്പൊ അവൻ വിശുദ്ധനായിരുന്നു കൊണ്ട് വിശ്വസ്തനായിരുന്നു കൊണ്ട്, വിശ്വസ്തതയെ അവളെ കുറിച്ച് ഒരു തെറ്റും കുറ്റവും കണ്ടെത്താൻ അവനിൽ കഴിഞ്ഞില്ല. ഹാലേലിയ. അടുത്ത അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചതല്ലാതെ മറ്റൊരു കാരണം കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. കാരണം ദാനിയേൽ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. അപ്പൊ അവര് ലോകത്തിന്റെ രാജ്യത്തിൽ ആയിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ അണ്ടറിലായിരുന്നത് കൊണ്ട് അത് സംബന്ധിച്ചല്ല, എന്നുവെച്ചാൽ രാജാവിന്റെ ഹാലേലിയ തീരുമാനത്തിന് ഹാലേലിയ കാര്യങ്ങൾ അവിടുത്തെ ഓരോ ആചാരങ്ങൾക്ക് വിരോധമായിട്ടല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയാണ്, നമ്മുടെ മേൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ഒന്നും ആയിട്ടില്ല. പക്ഷേ നമ്മളെ ഇന്ന് പലപ്പോഴും ദൈവം എന്തുകൊണ്ടാണെന്നറിയാം കുറ്റം വിധിക്കാതിരിക്കുന്നതിന്റെ കാര്യം നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാൻ എപ്പോഴും പറയും. കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ആമേഹാല് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 15-ാം വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. എനിക്ക് ക്രിസ്തുവിന്റെ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പൊ അവിടെ അവിടെ തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കുകയാണെങ്കിൽ 13-14 വായിക്കുവോ? വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ആമേൻ. അല്ല നേരത്തെ പറഞ്ഞ് നമ്മളെ എന്തിനാ മുന്നേ ക്രിസ്തുവിൽ നമ്മെ എന്താ പറയാ തെരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിനാണ്. ഇവിടെ പറയുന്നത് ഹാലലിയ ആമേൻ. ജീവന്റെ വചനം അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് ജ്യോതിസുകളെ പോലെ അപ്പം ജീവന്റെ വചനം പ്രമാണിച്ചാൽ മാത്രമേ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കത്തുള്ളൂ. ഹാലേലിയ. അതിന് തൊട്ട് മുമ്പ് വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ അനന്തരം പരമാർത്ഥ ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ട എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഹാലേലിയ. അപ്പൊ നമ്മൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയിൽ കിടക്കുക. അവരുടെ ഇടയിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിഷ്കളങ്കരായി നിൽക്കാൻ പറ്റും, അനന്യരായി നിൽക്കാൻ പറ്റും? ജീവന്റെ വചനം പ്രമാണിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ പ്രമാണിക്കുകയാണെങ്കിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജീവന്റെ വചനം. നമ്മൾ കേൾക്കുന്ന വചനത്തെ, നമ്മൾ വായിക്കുന്ന വചനത്തിൽ ജീവൻ ഉണ്ടാകണം. ആ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് മനുഷ്യരുടെ വെളിച്ചമാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കേൾക്കുന്നതും പ്രമാണിക്കുന്നതുമായ വചനത്തിന് ആ ജീവനുണ്ട്. ആ ജീവന്റെ വചനം പ്രമാണിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. ലേഖനം 1-ാം അധ്യായത്തിൽ ലോകസ്ഥാപനത്തിൽ പോയി ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാന്നാ പറഞ്ഞേക്കുന്നത്? ഹാലേലിയ. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹാലേലിയ. ഈ അനുഗ്രഹം ഇനി വേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ അനുഗ്രഹം വെളിപ്പെട്ട് കിട്ടുന്ന ജീവന്റെ വചനം പ്രമാണിക്കും തോറും നമ്മൾ ജ്യോതിസുകളെ പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് വെളിപ്പെട്ട് വരാൻ തുടങ്ങുന്നത്. ഹാലേലിയ. അപ്പം ലോകസ്ഥാപനത്തിൽ തെരഞ്ഞെടുത്ത് എന്തിനാണെന്ന് തെരഞ്ഞെടുത്ത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഹാലേലൂയ ആമേൻ നിഷ്കളങ്കരും വിശുദ്ധരുമായി നിൽക്കേണ്ടവന്. നമ്മളെയൊക്കെ ഇന്ന് കേൾക്കുന്ന പഠിപ്പിക്കലിൽ എവിടെയെങ്കിലും നിങ്ങൾ വിശുദ്ധരായി നിൽക്കണം, നിങ്ങൾ നിഷ്കളങ്കരായി നിൽക്കണം, നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം എന്നൊക്കെ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വചനം പറഞ്ഞു, ഞാൻ പറഞ്ഞു വിശുദ്ധയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര പ്രയാസം ആൾക്കാർ ഇപ്രാവശ്യം ആരും പഠിപ്പിക്കാറില്ല. കാരണം ആര് വിശുദ്ധയെക്കുറിച്ച് പഠിപ്പിച്ചാലും അവന്റെ മുമ്പിലേക്ക് വരുന്ന ചലഞ്ച് എന്താ വെച്ചാൽ എങ്ങനെ വിശുദ്ധിയെ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിശുദ്ധി ഉണ്ട് അതെങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചലഞ്ച് വരും. അതുകൊണ്ട് പലർക്കും പഠിപ്പിക്കാൻ പേടിയാണ്. പലരും ഇത് പഠിപ്പിക്കാത്തതിന്റെ കാരണം അതിന്റെ കാരണം ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. ഹാലയിലെ കാരണം വെച്ചാൽ നമ്മള് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ജനത്തെ പഠിപ്പിക്കുന്നത്? പിശാചിന് വിഷയമൊന്നുമില്ല, വലിയ വിഷയമൊന്നും. പക്ഷെ നമ്മൾ വിശുദ്ധിയെ കുറിച്ച്, വേർപാടിനെ കുറിച്ച്, നിത്യതയെ കുറിച്ച്, എന്തൊക്കെയാ? വിശുദ്ധിയെ കുറിച്ച്, വേർപാടിനെ കുറിച്ച്, നിത്യതയെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചലഞ്ചുകൾ മുഴുവൻ ഇതിനെ ബേസ് ചെയ്തു. യോസെഫിന്റെ മുമ്പിലേക്ക് യോസെഫ് ആമേൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവം കൂടെയുള്ള ബോധ്യത്തെ ജീവിച്ചപ്പം യോസെഫിന്റെ ആമീൻ വാക്തത്വത്തിലേക്ക് വിടാതെ തകർത്ത് കളയാനായിട്ട് ശത്രു നോക്കി ഒറ്റ കാര്യമുള്ളൂ, എന്നാ ഇവനെ ഇത് അങ്ങ് പിടിച്ചേക്കാന്ന് വിചാരിച്ചു പോത്തിഫറിന്റെ ഭാര്യയാക്കി എന്ന് പറയും പിശാച്. പക്ഷേ യോസഫ് അവിടെയും പാപത്തിൽ ഓടിയാക്കുന്നു. അങ്ങനെ ഓടി അകന്നു പോകുവാനായിട്ടുള്ള ബലം ഇല്ല എങ്കിൽ നമ്മളെ വീഴ്ത്തിക്കളയും, വീണു പോകും. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മളത് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു നോക്കി മുടങ്ങും അത്. കാരണം പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധം വരും നിത്യത എന്നല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത്. ഇത് ആരും അത് വിശ്വസിക്കുന്നില്ല. നമ്മുടെ പെന്തക്കോസുകാർ പോലും ആ ഭാഗം മറിക്കാറില്ല, പലരും വായിക്കാറില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചപ്പോ അതിശയം തോന്നി. കാരണം വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പിന്നെ അങ്ങ് സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെ ചിന്തയൊക്കെ മാറ്റി തന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ദൈവം എന്തിനെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നും അതിന്റെ കാരണം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ വായിക്കാവോ? ഏതായിരുന്നു? എഫേസ്യ ലേഖനം തന്നെ 1:5. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും രഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവിനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. 5:6 ഗ്രഹത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു നമ്മെ ദത്തെടുക്കാൻ അവൻ പ്രിയനാൻ നമുക്ക് സൗജന്യം കൃപാമഹത്വത്തിന്റെ പുകഴ്ച സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. അപ്പം 5:6 പറയുന്ന നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവനെ തന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പൊ ആ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ക്രിസ്തു പ്രിയനായവനിൽ പ്രിയനായ നമുക്ക് സജന കൃപാമഹത്വത്തിൽ സ്നേഹത്തെ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ നമ്മളെ കർത്താവ് യേശുക്രിസ്തു സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. 1 യോഹന്നാന്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായി അവൻ അധികാരം കൊടുത്തു. 13-ാം വാക്യം വായിച്ചു സിസ്റ്ററെ. 1 യോഹന്നാൻ ലേഖനം. യോഹന്നാൻ എഴുതിയ ലേഖനമാണ് 12 ഇപ്പൊ പറഞ്ഞു. 13 വായിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണോ എന്ന് അറിയണ്ടേ? 1 യോഹന്നാന്റെ ലേഖനം. യോഹനം എത്ര? 1-ാം അധ്യായം. സോറി, അതാ ഞാൻ ചോദിച്ചേ. 1-ാം അധ്യായത്തിൽ 12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ
രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വരുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്ത് അവർ രക്തത്തിൽ നല്ല ജഡത്തിന്റെ ഇഷ്ടത്തല്ല പുരുഷന്റെ ഇഷ്ടം ദൈവത്തിൽ അത്രയും ജനിച്ചത്. അപ്പൊ നമ്മളുടെ നേരത്തെ പറഞ്ഞു നമ്മള് എങ്ങനെയാ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുന്ന വെച്ചാൽ ജീവന്റെ വചനം പ്രമാണിച്ചു കൊണ്ട് വേണം ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുക. എന്തുകൊണ്ട് അത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് എങ്ങനെയാ? ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. പറഞ്ഞേക്കുന്നത് 14 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് 13 വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്തല്ല, പുരുഷന്റെ ഇഷ്ടത്തെ ദൈവത്തിൽ നിന്ന് അത്രയേ ജനിച്ചത്. മറ്റൊരിടത്ത് പറയുന്നത് കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത്രേ ജനിച്ചിരിക്കുന്നത്. അല്ലേ? ഹല്ലേലൂയ. അപ്പം ജീവനുള്ള വചനം പ്രമാണിച്ചാൽ മാത്രം നമുക്ക് ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വിശുദ്ധരെ നിഷ്കളങ്കരമാകാൻ സാധിക്കും. കാരണം നമ്മൾ ജനിച്ചത് ഒരു ജഡികമായിട്ടല്ല ജനിച്ചിരിക്കുന്നത്. നമ്മൾ ജനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ് ജനിച്ചിരിക്കുന്നത്. നമ്മളിപ്പം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പം കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കും. എങ്ങനെയാ അവര് വളർന്നു വരുന്നത് വെച്ചാൽ ഒരു പൊക്കിൾക്കൊടി പോയി അല്ലെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെത് അമ്മ കഴിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഫലയിൽ ഇതൊക്കെ വലിച്ചെടുത്ത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ച് ആഹാരം അതിന് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ടാണ് അതിനെ വളർത്തി പുറത്തു കൊണ്ടുവരുന്നത്. പ്രസവിച്ച് പുറത്തു കൊണ്ടുവന്നാൽ ആദ്യം അമ്മയുടെ പാല് തന്നെ അതിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ കുപ്പിയിലെ പാല് കൊടുക്കും, ഫുഡ് കൊടുക്കും, ജഡത്തിന് വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ കൊടുത്താ കൊച്ചു വളരുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ എത്ര നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു എന്നനുസരിച്ച് ആ കുട്ടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നു. കറക്റ്റ് അല്ലേ? അപ്പം ജനിച്ച ഉടനെ ഫീഡ് ചെയ്യുന്ന എന്താണോ അത് തന്നെ അതിന് വളരാൻ വേണ്ടിയിട്ടും പോലെ ജനിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുരുഷന്റെ ഇഷ്ടത്തെ സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുമ്പോൾ ഹല്ലേലൂയ അവരുടെ രക്തത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വീണ്ടും ജനിക്കുന്നത് ഇങ്ങനെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചത് ദൈവത്തിന്റെ വചനത്താൽ ജനിച്ചെങ്കിൽ നമുക്ക് വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം വേണം. മനസ്സിലായല്ലേ? അല്ലെ? നമ്മൾ ദൈവത്തിന്റെ വചനത്താൽ ജനിച്ച് നമ്മളെ വളർത്താനായിട്ട് മറ്റൊന്നും കൊണ്ട് സാധിക്കത്തില്ല. കുറച്ച് നല്ല ഫുഡ് തന്നതുകൊണ്ടോ കുറച്ച് എന്താ പറയാ നല്ല കാറ്റ് കൊള്ളിച്ചതുകൊണ്ടോ ഒന്നും നമ്മൾ വളരത്തില്ല. കാരണം നമ്മൾ ജനിച്ചത് ദൈവത്തിന്റെ വചനത്താലാണ് വേണ്ടി ജനിച്ചിരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ആ വചനത്താൽ തന്നെ നമുക്കൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചു എന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞല്ലേ? തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിന്. അപ്പൊ നമ്മളെ വിശുദ്ധരാക്കുവാൻ, നമ്മളെ നിഷ്കളങ്കരാക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഈ വചനത്തിന്റെ ജീവനെ കഴിയത്തു. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ ആയിത്തീരണമെന്ന് ഹല്ലേലൂയ. അങ്ങനെ ആയിത്തീരുന്നവരുടെ കാര്യം പറഞ്ഞ അങ്ങനെ ഉള്ളവർ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ അവൻ ഹിതപ്രകാരമുള്ള മനുഷ്യരെന്ന് പറയും, അല്ല ദൈവത്തിന്റെ മക്കളെന്ന് പറയും. ഹല്ലേലൂയ. അപ്പം ദൈവികമായിട്ട് നമുക്ക് ആത്മീയമായി നമ്മളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾക്കൊന്നും വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേല് നമ്മൾ അതൊക്കെ പ്രാപിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വിശുദ്ധരായിക്കൊണ്ടേയിരിക്കുന്നു, എത്രത്തോളം നിഷ്കളങ്കരായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ വിശുദ്ധരെന്ന് ദൈവത്തിന്റെ സന്നിധി വിശുദ്ധരാണ്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവർ നോക്കുമ്പോൾ നിഷ്കളങ്കരായിരിക്കണം നമുക്ക്. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് കാണുമ്പോൾ പറയണം ആമേ ഹല്ലേലൂയ നമ്മളെ കണ്ടിട്ട് ഒരു വ്യത്യാസവും തോന്നുന്നില്ല, നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല, നമ്മളോട് സംസാരിച്ചിട്ട് അവർക്ക് ഒരു വ്യത്യാസം. അപ്പം ഹല്ലേലൂയ ഇപ്പം എന്താ പറയാ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അവര് തന്നെ വീട്ടിൽ എന്നും അടിയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അവര് വായിന്ന് നല്ല തെറിയൊക്കെ വിളിച്ചു നിൽക്കട്ടെ. തൊട്ടയൽക്കാർ എന്തു പറയും? എന്തു പറയാ അവരെ കുറിച്ച്? അയ്യോ ഇവരാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഇവരാണ് വിശ്വാസികൾ. ചോദിക്കില്ലേ? ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും.
അതേസമയത്ത് ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുന്ന, ഒന്നും തിരിച്ച് പറയാത്ത ഒരവസ്ഥയിലാണെങ്കിൽ ഇന്ന് ആലോചിച്ചേക്കും. അപ്പുറം നിൽക്കുന്ന അറിയോ, അവര് പ്രാർത്ഥിക്കാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ വായ പോലും തുറന്നില്ല. ഹല്ലേലൂയ. കാരണം അവരുടെ ആ സകലം അതൊക്കെ എവിടെ നിന്ന് വന്ന്, ദൈവത്തിൽ നിന്ന് വന്നേക്കുന്നില്ല, പറയില്ലേ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പലയിടത്ത് പാസ്റ്റർമാർ അടി കൊണ്ടിട്ട് മിണ്ടാതെ പോകാറുള്ളത് ഒരു സൈഡ്. പക്ഷെ ഒരു സൈഡില് എന്തായാലും പറഞ്ഞ് തിരിഞ്ഞു നിന്ന് നല്ല അന്യഭാഷ പറയുന്ന വായ കൊണ്ട് തന്നെ നല്ല അന്യായ ഭാഷ വിളിച്ചു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ഇതായിപ്പോയത് കൊണ്ട് ആൾക്കാർ അപ്പൊ തന്നെ വീഡിയോ പിടിച്ച് ഇട്ട് വൈറലാക്കും. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ അതൊക്കെ കാണാറുണ്ട് നമ്മൾ. പണ്ടൊക്കെ രഹസ്യമായിട്ട് അത് ആരും കാണത്തില്ല. പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞാലും രഹസ്യം തന്നെ പരസ്യം. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കും, മറ്റുള്ളവരുടെ ലോകത്തിന് മുമ്പ് നമ്മൾ നിഷ്കളങ്കരായി നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇവിടെ അപ്പൊ ആ ബേസ് എന്തിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ വചനം അല്ലേ. ആ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞ കണക്ക് ദാനിയേൽ നോക്കിയിട്ട് ഒരു കുറവും കുറ്റവും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ശത്രു പറയാം അവനെ കുറിച്ച് ഒരു കുറ്റം പോലും ചെന്ന് പറയാൻ പറ്റുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇപ്പൊ ശത്രു നോക്കുമ്പം പോലും നമ്മുടെ മേൽ നമ്മളെപ്പോഴും കുറ്റം വിധിക്കാണ്ട് കുറ്റ ആയിട്ടുള്ള ഒരുത്തൻ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ആമേ അവൻ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ബീന എന്താണ് തെറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അവിടെ കാണിച്ചു കൂട്ടുന്നത്. രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര വാച്ചിങ്ങാ, കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് പുറകെ തന്നെ 2-3 എണ്ണത്തിനെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരാളുടെ കണ്ണ് തെറ്റി ഒരാൾ കണ്ടില്ലെങ്കിൽ അടുത്താളെങ്കിലും കാണണ്ടേ. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ പോലും പൊട്ടും പൊടിയും പോലും വെറുക്കും. അതിനകത്തും എന്തെങ്കിലും നമുക്കെതിരെ ഹല്ലേലൂയ പറയാനായിട്ട് ഒന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവനെ കയറാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ കിട്ടുന്നുണ്ടോന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയാം, നമ്മളെ ദൈവം എന്തിനാ വേണ്ട മുന്നേ വെച്ച് അല്ലെങ്കിൽ ലോകസ്ഥാനം വിളിച്ചെന്ന് വെച്ചാൽ തന്റെ സന്നിധി വിശുദ്ധര നിഷ്കളങ്കരമാകണം. അപ്പൊ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മാറ്റം വരുന്നില്ല എങ്കിൽ, നമ്മൾ വിശദീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, വചനം നമ്മളെ മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം വെറുതെയാണ്. നമുക്ക് മാറ്റം വരണം. തെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നവരല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവർ. ഒരു തെറ്റ് ദൈവത്തിനെ നമ്മൾ തെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടെന്നെല്ലാം അറിയാം ദൈവം. കാരണം വെച്ചാൽ നമ്മളെ ഇന്നല്ല ദൈവം ലോകസ്ഥാനത്ത് മുമ്പ് നമ്മൾ അറിയുന്നതാണെങ്കിൽ ഇന്നിപ്പം ഈ സമയത്ത് ഇപ്പൊ 4:42 ഇന്ത്യൻ ടൈമില് ഇവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ വചനം പറയുന്നത് ദൈവത്തിന് എപ്പോൾ അറിയിച്ചാൽ ലോകസ്ഥാനത്ത് മുമ്പ് ഇത് എഴുതപ്പെട്ട സമയമാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുന്നമേ അറിയും. അറിയില്ല. പക്ഷെ അപ്പൊ അതൊക്കെ അറിയാം, നമുക്ക് ബലഹീനതകളുണ്ട്, നമ്മൾ ചില മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുമെന്ന് അറിയാം. പക്ഷേ അവിടെയെല്ലാം നമുക്ക് വേണ്ടി ദൈവം തുണ നിൽക്കുക. എങ്ങനെയാണ്? ആ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിന്റെ മേലെ കയറി വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. നമ്മൾ അതിനെ ദൈവത്തിന്റെ വചനം നമ്മളോട് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നെ നിലവിളിക്കുമ്പോൾ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്ത ഉള്ളിൽ ഭയങ്കര കുറ്റബോധം തോന്നുന്നവരാകുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്ന സമാധാനം ഇല്ലാത്തവരാകുന്നതാണ് ദൈവം. അങ്ങനെ ആകണം നമ്മൾ. കാരണം ആരും ജനിച്ചു വരുമ്പോഴേ വിശുദ്ധരായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ വരുന്നത്. നമ്മ ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മാറ്റം വരണം. അല്ല നമ്മുടെ തെറ്റെല്ലാം മറ്റുള്ളവരുടെ തെറ്റാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ പെടലിക്കോട്ട് വെച്ചിട്ട് നമ്മൾ വിശുദ്ധരായിരിക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ മറ്റുള്ളവരിലൂടെ ആയിരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്ന, നമ്മുടെ വായിക്കിട്ട് പോലിട്ട് കുത്തി ഇളക്കി നമ്മളെ കൊണ്ട് സംസാരിക്കുന്ന മറ്റൊരാളായിരിക്കും പിശാച് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തി നമുക്ക് ഓപ്പോസിറ്റായി നിന്നിട്ട് ഒരു വാക്ക് പറയണമെങ്കിൽ അത് പിശാച് പ്രവർത്തിക്കാൻ ദൈവം പെർമിഷൻ കൊടുത്തു. ദൈവം എന്തുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തേച്ചാൽ ദൈവത്തിന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്, ഇങ്ങനൊരു പരീക്ഷ നിന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ അതിനെ ജയിക്കുമെന്ന് ഇത്രയും നാളെ നീ വിചാരിച്ചിരുന്നു, പക്ഷേ എങ്കിൽ നിന്നെ കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത്.
അപ്പൊ നീ എന്ത് വേണം? നിനക്ക് അതിന് ജയിക്കണമെങ്കിൽ നിന്റെ ഈ ആത്മശക്തി പോരാ, നിന്റെ ഈ പ്രാർത്ഥന പോരാ, നിന്റെ ഈ വചനധ്യാനം പോരാ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവസരമാണത്. അങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനെ ഏറ്റെടുക്കാനായിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ സാറാമ്മ സിസ്റ്റർ വിചാരം, മനസ്സിലുള്ള വിചാരം അല്ല സാറാമ്മ സിസ്റ്റർ വിചാരിച്ചേക്കുന്നത്, എന്നെ ഇപ്പൊ ആര് വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എന്ത് കുറ്റ ആരോപണം പറഞ്ഞാലും, എന്ത് ഫോഴ്സ് എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞാലും, എന്തൊക്കെ ഗോസിപ്പ് പറഞ്ഞാലും ഞാൻ മിണ്ടത്ത് പോലുമില്ല, ഞാൻ വാ തുറക്കത്ത് പോലുമില്ല. ഇതാണ് ചിന്ത. അപ്പൊ ദൈവം എന്ത് ചെയ്തിട്ട് പിശാച് എപ്പോഴും അതിന്റെ മീതെ കയറി എങ്ങനെ വായ തുറപ്പിക്കാം എന്നുള്ളതാണ് പിശാച് നോക്കുന്നത്. അപ്പൊ ദൈവം ചില സമയത്ത് ഇത് അനുവദിച്ചു കൊടുക്കും. കാരണം നമ്മുടെ ഉള്ളിലെ ചിന്ത, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്, ആത്മീയമായിട്ട് നമ്മൾ ഭയങ്കര ബലപ്പെട്ട് നിൽക്കുകയാണ്, നമ്മുടെ മുമ്പ് പരീക്ഷകളൊക്കെ നമ്മൾ തന്നെ ജയിക്കും, നമ്മുടെ ചിന്ത. പക്ഷേല് നമ്മുടെ ആ ജയിക്കാൻ കഴിയുന്ന, സഹിക്കാൻ കഴിയുന്ന സഹനത്തിന് അപ്പുറത്തേക്ക് ഒരു സാധനം നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ നമ്മൾ അറിയാണ്ട് പ്രതികരിച്ചു പോയാൽ ദൈവത്തിന് അതുകൊണ്ട് നമ്മൾ ദേഷ്യമൊന്നും വരുത്തില്ല. അതെന്തിനു വേണ്ടി തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. നീ ഇത്ര നാളും പ്രാപിച്ചത് ഇത്രത്തോളം ഉള്ളൂ, ഇതിന്റെ മീതെ ഒന്ന് വന്നാൽ നീ വീണു പോകും, അല്ലെ തളർന്നു പോകും, അല്ലെങ്കിൽ പതറിപ്പോകും. അപ്പൊ നിനക്ക് ഇത്രയും പോരാ, നീ പ്രാപിച്ചത് ഇത്ര പോരാ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മുമ്പിൽ ഓരോ പരീക്ഷകളെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഹല്ലേലൂയ. അല്ല അയ്യോ കർത്താവെ ഞാൻ വീണു പോയി, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോലെ, എന്റെ വായിൽ അങ്ങനെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ കുറച്ചുകൂടെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടായിപ്പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയേക്കാന്ന് വിചാരിക്കെല്ലാരും. ഹല്ലേലൂയ. എല്ലാവരും പ്രതികരിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ അത് മനസ്സിലാക്കിയ ഒന്ന് നമ്മൾ ദൈവസന്നിധി ആമേ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് മാപ്പ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഇനി ഇത് തന്നെ എന്റെ മുമ്പിലേക്ക് വന്ന് ഞാൻ ഇതിനെ ജയിക്കും. അപ്പൊ അതിനെ ജയിക്കാൻ നമുക്ക് ദൈവം കപ്പാസിറ്റി തരും. തന്റെ ആത്മാവിനെ നമ്മളെ ബലപ്പെടുത്തും, തന്റെ വചനത്താൽ നമ്മൾ ഉറപ്പിക്കും. പക്ഷേങ്കില് പിന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇത് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കരുത്. ഇത് വന്നെന്ന് ചെയ്യും, പക്ഷെ അതിന്റെ മീതെ ഒന്ന് വരും. ഇങ്ങനെയാണ് ആത്മീയമായി നമ്മുടെ ഒരു വളർച്ച മുകളോട്ട് പോകുന്നത്. നമ്മുടെ ദാനിയേലിന്റെ പുസ്തകം തന്നെ എടുത്തു. ദാനിയേലിനൊക്കെ ആദ്യം ചെന്നപ്പോ എന്തായിരുന്നു അവർക്ക് വന്ന പരീക്ഷ എന്ന് വെച്ചാൽ ഭക്ഷണ കാര്യത്തിലാണ് വന്നത്. അവരതിനെ ജയിച്ചു. അവിടുത്തെ മത ആചാരങ്ങളുടെ പേരിലാണ് വന്ന്, അല്ല പിന്നീട് അവിടുത്തെ രാജാവിന്റെ ചില വിളംബരങ്ങളുടെ മേലെ വന്നു. അങ്ങനെ ഓരോന്നിന്റെ മീതെ അവർക്ക് പരീക്ഷകൾ വന്നു. ദാനിയേലെ സിംഹക്കൂട്ടിൽ എറിയാതിരുന്നില്ല. നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ സിംഹം എല്ലാം ചത്തുപോട്ടല്ലേ, സിംഹക്കൂട്ടിലേക്ക് നമ്മൾ എറിയല്ലേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. ദാനിയേലിനറിയാം സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞാലും അതിന്റെ വായടയ്ക്കാൻ കഴിയുന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തിന് പ്രവർത്തിക്ക് ഇടം കൊടുക്കും. നമ്മൾ പറയുന്നത് ദൈവമേ അതെറിയല്ലേ, അതിലേക്ക് വരല്ലേ, അല്ലെ സിംഹം എല്ലാം ചത്തുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും നിങ്ങൾ. ഹല്ലേലൂയ. പക്ഷേല് സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ രാജാവ് ചോദിക്കുന്ന, നീ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞോന്ന് ചോദിക്കും. അങ്ങനെ എന്തോ ഒരു വാക്ക് അവിടെ ചോദിക്കുന്നത് അല്ലേ ദാനിയേൽ ദിവസം അല്ലേ, നീ എപ്പോഴും സേവിക്കുക. അപ്പൊ അവിടെ ദാനിയേല് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ സത്യസന്ധതയോടെ സേവിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിന് അങ്ങനെ എന്തൊരു വാക്ക് പറയാം. അപ്പൊ അവിടെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് അവര് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ പ്രവൃത്തി അതൊന്ന് വെളിപ്പെടണമെങ്കിൽ ദാനിയേൽ സിംഹക്കൂട്ടിൽ എറിയപ്പെടണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോയാലേ നമ്മുടെ കൂടെ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ വീഴ്ചയിലൊക്കെ നമ്മൾ ഇതുണ്ട്, എന്നാലും കർത്താവ് ഇത് എന്നോട് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇത് വലിയ കഷ്ടമാണെന്നൊക്കെ ഞാനൊക്കെ പറയാനൊക്കെ കേട്ടോ. കർത്താവെ ഇച്ചിരി കടുപ്പ് കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷെ ദൈവം അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് അതിന്റെ മീതെ പ്രവർത്തിച്ചിട്ടായിരുന്നു.
അപ്പം നമ്മൾക്ക് ഒരു ബോധ്യം തരികയാണ്, ഇങ്ങനെ ഒരു പരീക്ഷയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്കത് ഈ കപ്പാസിറ്റി പോരാ. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തരില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, പരീക്ഷയിലൂടെ അവൻ പോക്കുവഴിയും തരുന്നതിന് പരിഹാരം തരുമെന്ന്. പരിഹാരമൊക്കെ പണ്ടേ ഉണ്ട്. അതുപോലെ വിശ്വാസത്തിന്റെ ആ പരിശോധന വിലയേറിയതെന്ന് പറയാൻ കാരണം, നമ്മളുടെ ജീവിതത്തിൽ ഓരോ പരിശോധനകൾ വരുമ്പോഴാണ് നമ്മൾ ബലപ്പെടുന്നത്. നമ്മൾ അതിന്റെ മീതെ അതിന് ജയിക്കാനുള്ള കപ്പാസിറ്റി നേടുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ദാനിയേലിന് പോലും അറിയത്തില്ലായിരിക്കും ഈ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ട ദൈവസിംഹത്തിന്റെ വായടയ്ക്കുമെന്നും ഞാൻ ജീവനോടെ പുറത്തു വരുന്നതും ദാനിയേലിന് അറിയില്ലായിരിക്കും. പക്ഷെ ദാനിയേൽ അങ്ങനെ ഒരു ഇതിലൂടെ കടന്നു പോയപ്പോൾ ദാനിയേലിന് വിശ്വാസമായി, ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമായി. ഇന്ന് നമുക്ക് എല്ലാവർക്കും അതൊക്കെ വായിച്ച് നമ്മൾ ബലപ്പെടുന്നതിന്റെ കാര്യം, ദാനിയേൽ അങ്ങനെ പരീക്ഷ കൂടെ പോയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഓരോ പരീക്ഷ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഹാലയില് അത് എന്തിനാന്ന് വെച്ചാൽ നാളെ അനേകർ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ബലപ്പെടാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് മറ്റു ഒന്നിനു വേണ്ടിയിട്ടുമല്ല, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടത്. ഇത് നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന പോലെ ഈ ലോകം മൊത്തം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ സന്നിധി നമ്മൾ വിശുദ്ധരായ നിഷ്കളങ്കരാകണം. അല്ലെ? അതിനുവേണ്ടി അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓരോ ദിവസവും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെങ്കിൽ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ നമുക്കൊരു ഹല്ലേലൂയ എന്താ പറയാ മുന്നേറ്റം ഉണ്ടാകണമെന്ന് പറയുന്ന ആളാണ് നമ്മൾ. വർഷങ്ങളായി വന്നിട്ട് ഇപ്പോഴും വന്നതുപോലെ തന്നെ ഇരിക്കുക. ആരെ ഏറ്റവും കൂടുതൽ ആത്മശക്തി പ്രാപിക്കുന്ന വെച്ചാൽ പരീക്ഷയിൽ കടന്നു പോകുന്ന മനുഷ്യൻ തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ ഓരോ പരീക്ഷ വരുമ്പോഴും ഹല്ലേലൂയ അവൻ അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ മീതെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോ തോറ്റാലും അതിനെ വീണ്ടും ഇത് വന്നാൽ ജയിക്കാൻ വേണ്ടി അതിന്റെ മേലെ കയറി നിൽക്കുന്ന ഒരു ആത്മശക്തിയും പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരിശോധനകൾക്ക് ദൈവം തരുന്നത് നമ്മളെയൊക്കെ ആത്മീയമായിട്ട് ഹല്ലേലൂയ ദൈവസന്നിധി നമുക്ക് വിശുദ്ധരായി നിൽക്കണമെങ്കിൽ നല്ല ആത്മശക്തി വേണം. ഇല്ലെങ്കിൽ കാണുന്നതെല്ലാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ട് പോകും. കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, വായ കൊണ്ട് പറയുന്ന, ശ്വസിക്കുന്ന എല്ലാം നമ്മളേതെങ്കിലും നല്ല ഡ്രസ്സ് കണ്ടാൽ നമ്മുടെ കണ്ണങ്ങോട്ട് പോവും. സ്വാഭാവികം അത്. നല്ലൊരു വീട് കണ്ടാൽ നമ്മൾ നോക്കുമല്ലേ, നല്ലൊരു കാറ് കണ്ടാൽ നമ്മൾ നോക്കും. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരാണ്. ദൈവത്തിന് ആത്മാവിന് വസിക്കാൻ വേണ്ടി ദൈവം മനോഹരമായി സൃഷ്ടിച്ചൊരു വീടാണ് നമ്മളെങ്കിൽ ശത്രു എപ്പോഴും നമ്മൾ റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വീടൊക്കെ, ഞാൻ വീടിനെ സിസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു നല്ല ഫ്ലാറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് കണ്ടിട്ടില്ല, അതുപോലെ നല്ലൊരു ഫ്ലാറ്റ്. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മൾ ചില വീടൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഒന്ന് വെക്കണം. കാരണം എന്താ പറയാ, നല്ല വീട് കണ്ട നമ്മൾ പറയത്തില്ലേ, പറയാല്ലേ സിസ്റ്ററെ, ആ വീട് കണ്ട നല്ല ഭംഗിയാണ് ചെയ്തേക്കുന്നത് നല്ലതെന്ന് പറയും. ഇതുപോലെ തന്നെ പിശാച് നോക്കുന്നത് നല്ലൊരു വീട്, ഫിലിപ്പ് കൊള്ളാട്ടോ, നല്ലൊരു ഭവനം, ദൈവത്തിന്റെ ആത്മാവിന് ദൈവം സൃഷ്ടിച്ച് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാണ്. നല്ല വീട്, നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, അഴുക്കും പിഴക്കും ഒന്നുമില്ല, നല്ല. എന്നാ നമുക്ക് അവിടെ പോയി താമസിച്ചേക്കാം. അവൻ എങ്ങനെയെങ്കിലും ആ വീടിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്താ സംഭവിക്കുന്നത്? അവനും ചെളി പൊളിച്ച് അഴുക്ക് പിടിച്ച് കിടക്കുന്നത്. അവൻ അഴുക്കിന്റെ ആണ്, ഇരുട്ടിലാണ്, എല്ലാം ആണെങ്കിൽ അതിനെക്കാട്ടി അവന് എങ്ങനെ ദൈവത്തിന്റെ ഭവനം നല്ലതായിട്ടിരിക്കുന്ന അഴുക്കാക്കുന്ന നോക്കത്തുള്ളൂ. അവൻ വീണ സിസ്റ്റർ കാണുമ്പോൾ നല്ല വീടാന്ന് പറയുന്നത് അവന് നന്നായിട്ട് മോടി പിടിപ്പിച്ച് അതിനകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിന് എങ്ങനെ വൃത്തികേടാക്കാൻ നോക്കാൻ വേണ്ടി, ചളിയും കഴുക്കും ചെളിയൊക്കെ കൊണ്ടിടാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെയൊക്കെ നോക്കുമ്പോൾ അവൻ പറയും നല്ല വീടെന്ന് പറയും, നല്ല ഭവനം പറയും. നമ്മളങ്ങനെയല്ലേ, പരിശുദ്ധാത്മ റെസിഡൻസ് എന്നല്ലേ നമ്മളെ പറയുന്നത്. അതിപ്പം അത് വിശുദ്ധമാണെന്ന് അവനറിയാം, കാണുമ്പോൾ നല്ല. പക്ഷെ അവന്റെ ചിന്ത ഇത് വിശുദ്ധമാക്കി, എനിക്ക് വിശുദ്ധമായ നല്ല ഭംഗി, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറി ഇങ്ങനെ ജീവിക്കണമെന്നല്ല, ഇതിനകത്തേക്ക് എങ്ങനെ കുറച്ച് വേസ്റ്റ് കൊണ്ടിടാം, കുറച്ച് അഴുക്കുകൊണ്ട് എങ്ങനെ ഇത് വൃത്തികേടാക്കാം, ഇതാവൻ നോക്കും. ദൈവം എന്താ ആഗ്രഹിക്കുന്നു? ഓരോ ദിവസവും ഇത് എത്രത്തോളം ഭംഗിയാക്കി, വിശുദ്ധമാക്കി, തെളിച്ചമാക്കി, വെളിച്ചമാക്കി നിർത്താമെന്ന് നോക്കും.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തിനു നമ്മളെ വിട്ടുകൊടുക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. ഇരുട്ടിന്റെ അധികാരി പിശാചിന് അവന്റെ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട്, അഴുക്കെല്ലാം കൊണ്ടിട്ട് നാർക്കുന്ന ചീഞ്ഞ നാറുന്ന അവസ്ഥയിൽ ഇരിക്കണോ, ദൈവം ഓരോ ദിവസം വെളിച്ചമാക്കി വിശുദ്ധമാക്കി ഏറ്റവും പ്രകാശപൂരിതമാക്കി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. ഇത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ജീവിതത്തിലുള്ള ഫൈറ്റിങ്ങും കൂടി കേട്ടോ. മറ്റേതൊക്കെ ഇരുട്ടി കിടക്കുകയാണ്, അതിൽ നേരത്തെ വെളിച്ചത്തിലോട്ട് വെക്കാനാണ് ദൈവം ശ്രമിക്കുന്നത്. നമ്മളെ ഓൾറെഡി ആക്കി വെച്ചു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് നമ്മുടെയാണ് തീരുമാനം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരെ നിഷ്കളങ്കരമായി നിർത്തേണ്ടതാണ്. നമ്മളെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത് ഈ ബോധ്യം നമ്മൾ ഉണ്ടാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വിശുദ്ധി പ്രാപിച്ച് നിഷ്കളങ്കതയോട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ദൈവസന്നിധി നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാം സഹായിക്കുമായിട്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സിംഗ് അല്ല. പക്ഷെ ഓരോ ദിവസവും നമ്മൾ അതിന് ശ്രമിക്കുക. ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് പോകുന്നവരല്ല, ഒന്നും കൂടെ തെളിച്ചം പ്രാപിച്ചു ഒന്നുകൂടെ വെളിച്ചമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. വചനത്താൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.